പേയ്മെന്റ് ഗേറ്റ് വേ എന്തിനു ഉപയോഗിക്കുന്നത്? പേയ്മെന്റ് നടത്താൻ. അതായത് ഈ ഒരു പേയ്മെന്റ് പ്രോസസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉള്ള നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേനെ കാണുന്നത്. ഓക്കെ, അതായത് ബാങ്കുമായിട്ട് ഡയറക്റ്റ് ഇടപാട് നടക്കുന്നത് ഈ പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. നമ്മൾ ബാങ്കായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ആക്കണില്ല. നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേന്റെ അടുത്ത് പറയുന്നു, പേയ്മെന്റ് ഗേറ്റ് വേ ബാങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നു. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. നമുക്കൊരു ഗേറ്റ് വേ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി അറിയുന്ന കേസാണ്. നമുക്കൊരു പേയ്മെന്റ് ഗേറ്റ് വേ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, അതിന് ഇതേപോലെ തന്നെ ബാങ്കായിട്ട് സംസാരിക്കണം, RBIന്റെ വേണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? സെർവർ വേണം, മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞാൽ മാത്രമേ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആപ്പില് ഒരു പേയ്മെന്റിന്റെ ഒരു സംഭവം കൊണ്ടുവരണമെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് വേനെ ആശ്രയിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. പേയ്മെന്റ് ഗേറ്റ് വേ ഇല്ലാതെ UPI മാത്രമേ കണ്ട് ചെയ്യാം, ഗേറ്റ് വേ ഉപയോഗിക്കാതെ. പക്ഷെ അതിനുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ മാത്രമേ വർക്ക് ആവുള്ളൂ, iOSന് വർക്ക് ആവുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഗേറ്റ് വേ ഉപയോഗിച്ചില്ല എന്ന് വിചാരിക്കാം. പേയ്മെന്റ് ഗേറ്റ് വേ ഉപയോഗിക്കാതെ UPIന്റെ ഒരു സംഭവം ഉണ്ട്, ആപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോ പേ എന്ന് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ UPI ആപ്പിന്റെ ഒരു ലിസ്റ്റ് ഇങ്ങനെ വരും. നമ്മൾ ആ ഷെയർ ഒക്കെ കൊടുക്കണം മതി. മനസ്സിലാവുന്നുണ്ടോ? UPI ആപ്പുകളുടെ ലിസ്റ്റ് ഇങ്ങനെ വരും. ഫ്ലിപ്കാർട്ടിന്റെ ഓൾറെഡി ഓരുടെ കയ്യിൽ തന്നെ ഇതേപോലെ ഒരു ഗേറ്റ് വേ വെച്ച് കാണാൻ. ഓക്കെ, നമ്മള് ഗേറ്റ് വേ വെച്ച് കാണാണ് ചെയ്യുന്നത്. ഇതില് ഗേറ്റ് വേ ഇല്ലാത്ത ഇതാണ് ഞാൻ പറയുന്നത്. ഗേറ്റ് വേ ഇല്ലാതെ UPI മാത്രമായിട്ടുള്ളത്. ഇതില് UPIന്റെ ഒരു ലിസ്റ്റ് ഇങ്ങനെ വരും പോപ്പ് ആയിട്ട്. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും UPI ആപ്പ് ഓപ്പൺ ആക്കും, അതിൽ നിന്ന് നിന്നിട്ട് പേയ്മെന്റ് ചെയ്യും. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിക്ക് റീഡയറക്റ്റ് ആവും. റീഡയറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം? ട്രാൻസാക്ഷൻ ID കിട്ടണം. പിന്നെ അതിന്റെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് കിട്ടണം. ഇത്രയും ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആൻഡ്രോയിഡിലെ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? iOSന് റീഡയറക്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള സിസ്റ്റം അല്ല. ഓക്കെ, iOSന് അങ്ങനെ ഒരു സംഭവമല്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പേയ്മെന്റ് ഗേറ്റ് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മാത്രമാണെങ്കിൽ ഈ UPI ഉപയോഗിച്ചാൽ ഇതാവുമ്പോൾ ചാർജ് ഉണ്ടാവില്ല. ഗേറ്റ് വേ വഴി വെക്കുന്നതുണ്ട്, പക്ഷെ അവിടെ 2% ചാർജ് എടുക്കും ഗേറ്റ് വേ. ഇതാവുമ്പോ ചാർജ് ഇല്ല. ഇതാവുമ്പോ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു ടെക്നിക്ക് പോലത്തെ സംഭവമാണ്. അതായത് ഒരു ഇപ്പൊ ഗൂഗിൾ പേയിലൊക്കെ നമ്മളൊരു QR കോഡ് ഉണ്ടാക്കുമല്ലോ, എന്നിട്ട് അതിൽ ഇത്ര എമൗണ്ട് ഇടണം എന്ന് പറയുമല്ലോ. മനസ്സിലാവുണ്ടോ? അതേപോലെ നമ്മളൊരു ലിങ്ക് ഉണ്ടാക്കുക, ഇത്ര എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കും. ആ ലിങ്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ആ സംഭവമാണ് ഇതില്. വേറെ പേയ്മെന്റ് ഗേറ്റ് വേ എല്ലാം ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പ്യുവർലി UPI ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് നമുക്ക് ആ 2% ചാർജ് പോകില്ല. പക്ഷെ ആൻഡ്രോയിഡിന് മാത്രമേ പറ്റൂ. മനസ്സിലാവുണ്ടോ? പേയ്മെന്റ് ഗേറ്റ് വേ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഓൾമോസ്റ്റ് 2% ആണ് ട്രാൻസാക്ഷൻ ഫീ എടുക്കുന്നത്. അപ്പൊ അതാ സാധനം ആയിക്കഴിഞ്ഞാൽ 2 പോകും. നമുക്ക് 98 ക്രെഡിറ്റ് ആവും. യൂസർ 100 ആയിരിക്കും, പക്ഷെ അതിന് 98 2 പോയിട്ട് 98 നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. മനസ്സിലാവും? മനസ്സിലായോ? നഷ്ടമാണ്. അതെടുക്കും. റീചാർജ് കടയക്കും സാറേ, കടയത്തെ പേയ്മെന്റ് ഒക്കെ അങ്ങനെയാണ്. കൺസ്റ്റന്റ് അതാണ് അയാൾ പറയുന്നത്. 5 രൂപയൊന്നും ഇല്ല. 2 രൂപ നഷ്ടമൊന്നുമല്ല, 2%.
മറ്റേതിൽ ഒരു കാശല്ല, മറ്റേത് ഓരോ അക്കൗണ്ടിൽ ഡയറക്റ്റ് വരില്ല, ഗേറ്റ് വേ അല്ല, അമ്മ വെച്ചിട്ടുള്ള QR കോഡ് വെച്ചിട്ടുള്ള അത് അതല്ല, അത് വേറെ. ഇത് ആപ്പ് കൂടെ ഉള്ള സാധനം, ഇത് ആപ്പ് കൂടെ ഉള്ളതല്ലേ. ഇതാണ് സാധനം UTS. ഇത് പേടിഎമ്മിന്റെ ഗേറ്റ് വേ, പേയ്മെന്റ് ഗേറ്റ് വേ. അതായത് UTS ഇതാണ് ഉപയോഗിക്കുന്നത്, പേടിഎം ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ പേയ്മെന്റും കിട്ടും, മനസ്സിലാവുന്ന. നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം, പേടിഎം, ഫോൺ പേ, പേ ഏതാ ഉപയോഗിക്കാം. നമുക്ക് നോക്കിയാലും നാളെ ഇരിക്കട്ടെ, ശ്രദ്ധിക്കും. നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും കോൺസെപ്റ്റ് സെയിം ആയി, കാരണം ചെറിയ വ്യത്യാസം ഉണ്ടാവും കോഡില്. ഓക്കെ, നോക്കിട്ടോ, ശ്രദ്ധിക്കാൻ. ആദ്യം നമ്മൾ സൈറ്റിൽ കയറണം. ഓക്കെ, എന്നിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. കാർഡും പിന്നെന്താണ് ആധാർ കാർഡും, പിന്നെന്താള്ളത് ആധാറും പാനും. പാനും ആധാറും വേണ്ടി വരും. ഇല്ല ഇല്ല, പേയ്മെന്റ് ഇല്ല, ഫ്രീ ആണ്. അതായത് ഫ്രീ മീൻസ് ഈ മാർച്ച് വരെ ട്രാൻസാക്ഷൻ ഫീ ഇല്ല, മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞാൽ 2%. ഇപ്പൊ എത്ര ട്രാൻസാക്ട് ചെയ്താലും ഫീ ഉണ്ടാവും. ഈ മാർച്ച് വരെ, അടുത്ത മാസം. അത് അങ്ങനെ ഒരു ഓഫറാണ്, ചില സമയത്ത് ഒരു ഇടും. ഓക്കെ അല്ല, 18 വയസ്സാണല്ലേ. എന്തിന്? ഈ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രൈസിങ് എങ്ങനെ വരുന്നത്. 2% ആണ് വരുന്നത്. ഓക്കെ, ലെവൽ 5G അല്ല നമ്മള്, 5 കാണുന്നല്ലോ. അതായത് 2% ആണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, പ്ലാറ്റ്ഫോം ഫീ ആണ്. ഇതിൽ ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. അതായത് ട്രാൻസാക്ഷൻ EMI കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സൈനപ്പ് കൊടുക്കാം. എന്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞോ, മൊബൈൽ നമ്പർ 92 07 624. വിറ്റ് പോയിന്നോ?
ബിസിനസ് ഇ കൊമേഴ്സ് കൊടുക്കുന്നുണ്ട്, ടെക് ആൻഡ് സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്. അതിപ്പോ അതിലും മതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പാൻ ഉണ്ടാക്കിയാലും മതിയോ? അത് പെട്ടെന്ന് കിട്ടും, പാൻ ഉണ്ടാക്കണതല്ലേ. ഇതിപ്പോ കൊടുക്കണ്ട കേട്ടാ, ബിസിനസ് ആയിട്ട് അല്ലല്ല, അത് കൊടുത്താൽ മതി. ഒരു വെറുതെ വെരിഫൈ ആക്കുള്ളൂ. ഓക്കെ, KYCന്റെ ആവശ്യമില്ല. ഇപ്പോൾ ഡാഷ്ബോർഡിൽ കയറി എന്ത് ചെയ്യാം, ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ആക്കാനേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മള് ടെസ്റ്റ് മോഡിലാണ്. ഇവർക്ക് ടെസ്റ്റ് മോഡ് മാത്രമേ ഇപ്പൊ കിട്ടുള്ളൂ. മറ്റേത് അതായത് ലൈവ് മോഡ് കിട്ടണമെങ്കിൽ എന്താക്കണം, KYC കംപ്ലീറ്റ് ആക്കണം, ആപ്പിന്റെ ലിങ്ക് കൊടുക്കണം. ടെസ്റ്റ് മോഡിൽ ഇട്ടിട്ടുള്ള ആപ്പിന്റെ ലിങ്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് ഇന്റഗ്രേറ്റ് ആക്കാത്തതിന് മുന്നേ ഉള്ള ആപ്പിന്റെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് മോഡിൽ ഇട്ടിട്ടുള്ള ആപ്പിന്റെ ലിങ്ക് കൊടുക്കണം. എന്നാലാണ് ലൈവ് മോഡ് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ടെസ്റ്റ് മോഡിൽ നമ്മൾ ആദ്യം കയറാം. ഇത് ഈ കംപ്ലീറ്റ് KYC ഇപ്പൊ കൊടുക്കണ്ട. ഓക്കെ, ഷെഡ്യൂൾസും ഈ സാധനങ്ങളൊന്നും വേണ്ട. നേരെ വന്നിട്ട് ഇവിടെ അക്കൗണ്ട് ആൻഡ് സെറ്റിംഗ്സിൽ പോയി നോക്കണ്ട. ഇതില് API കീ എടുക്കണം ആദ്യം. നമ്മൾ മറ്റേ ഈ TMDB API കീ എടുത്തില്ല, API കീ മറ്റേ ടോക്കൺ ഒക്കെ എടുത്തില്ല, അതേപോലത്തെ കണ്ടില്ല. സെറ്റിംഗ്സിൽ ഈ API കീസിൽ പോവാം. എന്നിട്ട് ഈ ജനറേറ്റ് ടെസ്റ്റ് കീ എന്നുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. സെറ്റിംഗ്സ് എടുത്ത് API കീസിൽ പോയി ജനറേറ്റ് ടെസ്റ്റ് കീയിൽ കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു കീ ഐഡിയും ഒരു കീ സീക്രട്ടും കിട്ടും. ഞാൻ പറഞ്ഞ ഒരു കീ ഐഡിയും ഒരു കീ സീക്രട്ടും കിട്ടും. ഇപ്പൊ നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഈ കീ സീക്രട്ട് പിന്നെ ഒരിക്കലും കിട്ടൂല കേട്ടോ. ഇപ്പൊ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റൂല. അപ്പൊ ഓക്കെ അടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കണം. ID പിന്നെ കിട്ടും, സീക്രട്ട് കിട്ടൂല. പിന്നെ റീജനറേറ്റ് ആക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും എടുത്ത് വെക്കുക ചെയ്യണം. ഓക്കെ, ഓക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടാം. ദിസ് കീ ക്യാൻ ഓൺലി ബി ഡൗൺലോഡഡ് വൺസ്. ഞാൻ കോപ്പി ചെയ്ത്. ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം വി വിൽ ഷോ യു ദ കീ സീക്രട്ട്. ഓക്കെ, ഓക്കെ എടുക്കണ്ടാ. ഇനി റീജനറേറ്റ് ആക്കണമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി. ഇത് പ്രസ് ചെയ്തെന്താവും, പിന്നെ പുതിയ കീ സീക്രട്ടും കീ ഐഡിയും കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇത് രണ്ടും വേണം നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, Thank you for watching. Part 2 will publish on next day. Any doubt you can ask through comment section. Use this opportunity.